ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റം, വാട്ടർ സർവീസ് ചെയ്യുക. പിന്നെ ഗിയറിൻ്റെ ഭാഗത്ത് നിന്ന് സൗണ്ട് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് വെട്ടലുണ്ടെന്ന് പറയുന്നത് അത് നോക്കണം. ത്രോട്ടിൽ കേബിൾ, അതായത് ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, വണ്ടിക്ക് ഫ്രണ്ട് സൈഡിൽ നിന്നല്ല നമുക്ക് വെട്ടൽ കിട്ടുന്നത്, ബാക്ക് ടയറിൻ്റെ കംപ്ലയിൻ്റാണ് വെട്ടൽ കാണിക്കുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. പിന്നെ ത്രോട്ടിൽ കേബിൾ, അതായത് ആക്സിലേറ്റർ കേബിളുമായി ബന്ധപ്പെട്ട് നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. കേബിളിന് പറയത്തക്ക ടൈറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ പുതിയ കേബിൾ ഇട്ടാലും ഇതിൽ കൂടുതൽ ഫ്രീ ആയിട്ട് കിട്ടില്ല. ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്രീ പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിലവിൽ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കാണുന്നുമില്ല. പിന്നെ ഗിയർ മാറുമ്പോൾ ചെറിയൊരു സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ നമുക്കൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സൗണ്ടൊന്നും കിട്ടിയില്ല. ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഓടിച്ച് നോക്കാം. കുറച്ച് ദൂരം ഓടിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഗ്യാപ്പിലാണ് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയത്. അപ്പോൾ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ വീണ്ടും നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഓടിക്കാം. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. ഒരല്പം കൂടി തീരാനുണ്ട്. നമ്മൾ ഈ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ തിരിച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ, പക്ഷെ നിരുത്തിയിട്ട് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നതിന് ശേഷം മാറ്റിയാൽ മതി. ബാക്കിലത്തെ ഹബിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, നമുക്ക് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അതേപോലെ ബെയറിങ്ങിൻ്റെ ഭാഗവും നിലവിൽ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബാക്ക് ടയറിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞു. ബാക്ക് ടയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ആ ഒരു വണ്ടി വെട്ടലല്ല, ചാട്ടം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ഈ ടയറിൻ്റെ ഈ ലൈൻ കണ്ടോ, ഈ വന്ന ലൈൻ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ വരണം. ഈ റിമ്മിനോട് ചേർന്ന് ടയറിൻ്റെ ലൈൻ വരണം. പക്ഷേ ഇത് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ആ ലൈൻ കാണാനില്ല. അത്രയും ഭാഗം ഉള്ളിലേക്ക് കയറി പോയേക്കാം. ഇവിടെ നിന്ന് നിങ്ങൾ തുടങ്ങി ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടം കഴിഞ്ഞ് ഇത്രയും ഭാഗം ഉള്ളിലാണ് ഇരിക്കുന്നത്. ടയർ റിമ്മിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാം. അത് ടയർ കടയിൽ കൊടുത്ത് ചെയ്യേണ്ട കേസാണ്. ടയർ കടയിൽ അവരത് അഴിച്ച് ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്ത് കറക്റ്റ് ലൈൻ കറക്റ്റ് ആക്കാൻ പറഞ്ഞാൽ ആ രീതിയിൽ റെഡിയാക്കിയിടും. എന്നാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. കാരണം ഈ ഒരു സൈഡാണ് പ്രശ്നം കാണിക്കുക. ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ടയറിൻ്റെ എല്ലാ ഭാഗത്തും അതേപോലെ തന്നെ സെയിം ലൈൻ കാണാം, പുറത്തേക്ക് കാണാം, കുഴപ്പമില്ല. പക്ഷേ ഈ സൈഡ് ആ ടയർ റിമ്മിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കയറി വന്നിട്ടില്ല എന്നുള്ളതാണ്. ടയർ കടയിൽ പറഞ്ഞാൽ ചിലപ്പോൾ വീൽ അഴിക്കേണ്ടി വരില്ല. അങ്ങനെ തന്നെ എയർ കുത്തിയിട്ട് അവർ വല്ല സോപ്പ് ഓയിലോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് കയറ്റിയെടുക്കും. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റിയ പണിയല്ല, അത് ടയർ കടയിൽ കൊടുത്ത് നിങ്ങൾ ചെയ്യണം. നിലവിൽ അങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ ചെയിൻ ലൂസാണ്, ചെയിൻ നല്ല രീതിയിൽ ലൂസുണ്ട്. അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം. ചെയിൻ ഇതേപോലെ ലൂസാക്കിയിട്ട് ഓടിക്കാതിരിക്കാൻ നോക്കുക. കാരണം ചെയിൻ 1000 കിലോമീറ്ററിനുള്ളിൽ ഉറപ്പായിട്ടും ലൂസായിട്ടുണ്ടാവും. നമ്മൾ ചെയിൻ അടിക്കാൻ നോക്കണ്ട, ഉറപ്പായിട്ടും ചെയിൻ ലൂസാവും 1000 കിലോമീറ്ററിനുള്ളിൽ. അപ്പോൾ ടൈറ്റ് ചെയ്യുക, ഓയിൽ കൊടുക്കുക, എന്നാൽ തന്നെയാണ് ചെയിന് മാക്സിമം ലൈഫ് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ചെയിൻ അടക്കി മാറ്റും, കുറേ കഴിഞ്ഞാൽ വീണ്ടും കംപ്ലയിൻറ്റ് വരും, വീണ്ടും മാറ്റും, അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ വീലിൻ്റെ ഡാമ്പർ റബ്ബറൊന്നും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാറ്ററി നമുക്കിതുമ്പോൾ ഇരിക്കുന്നത് 2023 ബാറ്ററിയാണ്, ആമറോയുടെ ബാറ്ററിയാണ്. ഈ സൈഡ് ലെഗൊക്കെ പോയിട്ട് സ്ക്രൂ ഒക്കെ കൊടുത്ത് വെച്ചാണ്, കുഴപ്പമൊന്നുമില്ല, നിലവിൽ ഓക്കെയാണ്. 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.57, 8.5 വോൾട്ടിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വലിയ താമസമില്ലാണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത്, എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല, തൽക്കാലം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഈ സൈഡ് സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പുതിയ പ്ലഗ്, എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ടാണ് പ്ലഗ്ഗാണ്, പുതിയ പ്ലഗ്ഗാണ്, കുഴപ്പമില്ല. അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഈ ഒരു സർവീസും കൂടി ഓടിക്കാനേ പറ്റുള്ളൂ. അടുത്ത സർവീസിൽ എന്തെങ്കിലും ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വരും കേട്ടോ. അതേപോലെ ഫ്രണ്ട് ടയറും ഈ പറഞ്ഞ രീതിയുടെ ഈ സൈഡൊക്കെ തീർന്നുണ്ട്, വലിയ ലൈഫില്ല ഫ്രണ്ട് ടയർ. അപ്പോൾ ഓവർ സ്പീഡൊക്കെ എടുക്കേണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രിപ്പ് കുറവാണ് കേട്ടോ. എന്നാൽ എമർജൻസി ആയിട്ട് മാറേണ്ട സിറ്റുവേഷൻ ഇല്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല, കോൺസെപ്റ്റായാലും ഓക്കെയാണ്. ഇപ്പം നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ കംപ്ലയിൻസിൽ നമുക്ക് ബാക്ക് ടയർ മാത്രമാണ് ഒരു പ്രോബ്ലമായിട്ട് കണ്ടേനെ, വെട്ടലുമായി ബന്ധപ്പെട്ട്. ഗിയറിൻ്റെ കംപ്ലയിൻറ്റ് അത്ര ഫീൽ ചെയ്തില്ല. ആക്സിലേറ്റർ കേബിളും അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതിന് ശേഷം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.